ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇന്ന് നമ്മുടെ ചങ്ക് ബ്രോ അർജുൻ ചേട്ടനും കൂടെ നമ്മുടെ വണ്ടിക്ക് ലീഫ് അടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അർജുൻ ചേട്ടൻ്റെ വണ്ടിക്കും ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് ലീഫ് സംബന്ധമായ. അപ്പോൾ അത് രണ്ടും ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ മൂവാറ്റുപുഴ നിജാമുൾബായിയുടെ ലീഫ് അടിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് ഗൈസ് അർജുൻ ചേട്ടൻ്റെ വണ്ടി, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മേജർ വർക്ക് ഉള്ളതുകൊണ്ട് അവരാദ്യം തന്നെ നമ്മുടെ വണ്ടി അഴിച്ചു ഓരോ പാർട്സാക്കി ലീഫ് ഫുള്ള് ഉരച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ബെൻഡടിക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഓരോരോ ലീഫും അവരഴിച്ച് അതിൻ്റെ ലെവൽ നോക്കി ബെൻഡടിച്ച് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം ഹൈറ്റൊന്നും കൂട്ടുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇഞ്ച് 1.5 ഇഞ്ച് ഹൈറ്റാണ് കൂട്ടുന്നുള്ളൂ. അപ്പോൾ ആ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് അർജുൻ ചേട്ടൻ പറഞ്ഞേടാ എൻ്റെ കയ്യിലൊരു LED ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റ് നമ്മുടെ ഇൻഡിക്കേറ്ററിൽ കൊടുക്കാമെന്നും പറഞ്ഞ് അർജുൻ ചേട്ടൻ നമ്മുടെ ടെയിൽ ലാമ്പ് കഴിച്ചു തന്നു. പിന്നെ ഞാൻ ടെയിൽ ലാമ്പ് ഊരി ജസ്റ്റ് ആ ബൾബൊക്കെ ഒന്ന് ഊരി അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ മഴയത്ത് കിടന്ന് വണ്ടി അവിടെ പായലൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ഇങ്ങനെ അഴിക്കുമ്പോഴാണല്ലോ ഇവിടെയൊക്കെ നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ആദ്യത്തെ ബൾബ് സെറ്റ് ചെയ്തു. അപ്പുറേ ബൾബ് മാറുന്നതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ അപ്പുറത്തെ സൈഡ് കഴിച്ച് ഇതാണ് നമ്മുടെ കമ്പനി ബൾബ്. ഈ കമ്പനി ബൾബ് മാറ്റി ഈ കാണുന്ന LED ബൾബാണ് നമ്മൾ ഇടുന്നത്. ഈ ബൾബ് ഇടുന്നതോടുകൂടി നമുക്ക് നല്ല ലൈറ്റിൻ്റെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സാധാ കമ്പനി ബൾബിനേക്കാളും നല്ല രീതിയിൽ ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഈ LEDക്ക്. അതുപോലെ ഇത് കത്തുന്ന കാണാനും പ്രത്യേക രസമാണ്, രാത്രിയൊക്കെ നല്ല വെട്ടമാണ്. അങ്ങനെ ആ ബൾബ് ഞാൻ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ടെയിൽ ലാമ്പ് റീസെറ്റ് ചെയ്തു. പിന്നെ ഞാനും അർജുൻ ചേട്ടനും കൂടെ പോയി ഒരു ചായ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് ലീഫെല്ലാം റീസെറ്റ് ചെയ്ത് പക്കയാക്കി തന്നിട്ടുണ്ട്. അർജുൻ ചേട്ടൻ്റെ വണ്ടിയുടെ വർക്കും കഴിഞ്ഞായിരുന്നു. അർജുൻ ചേട്ടൻ്റെ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പേയ്മെൻ്റ് എല്ലാം നമ്മൾ സെറ്റിൽ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.